സംസ്ഥാനത്ത് പോലീസിന്റെയും എക്സൈസിന്റെയും ലഹരിവേട്ട തുടരുകയാണ്. പാലക്കാട് നിന്ന് മാത്രം ഇന്ന് 1.5 കിലോ MDMA ആണ് പോലീസും എക്സൈസും ചേർന്ന് പിടികൂടിയത്. കോഴിക്കോട് 27 ഗ്രാം MDMAയുമായി യുവതികൾ ഉൾപ്പെടെ 4 പേർ പോലീസിന്റെ വലയിലായി. കണ്ണൂരിൽ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടർ നദീഷ് നാരായണൻ കഞ്ചാവുമായി എക്സൈസിന്റെ പിടിയിലായി. പാലക്കാട് ജില്ലയിൽ ഇന്ന് 1.5 കിലോ MDMA ആണ് എക്സൈസും പോലീസും ചേർന്ന് പിടികൂടിയത്. പുലർച്ചെ 2 മണിയോടെ ഒമാനിൽ നിന്ന് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ച 600 ഗ്രാം MDMAയുമായി 2 പട്ടാമ്പി സ്വദേശികൾ ടൗൺ സൗത്ത് പോലീസിന്റെ പിടിയിലായി. ഒമാനിൽ നിന്നും കഴിഞ്ഞ ദിവസം ചെന്നൈയിലെത്തിയ പട്ടാമ്പി ഓങ്ങല്ലൂർ സ്വദേശി ഇല്യാസ് സുഹൃത്ത് ഫഹദിനൊപ്പം ലഹരി കടത്താൻ ശ്രമിക്കുന്നതിനിടെ പിടിയിലാവുകയായിരുന്നു. സംഭവത്തിൽ മുഖ്യപ്രതിക്കായി പോലീസ് അന്വേഷണം തുടരുന്നതിനിടെയാണ് വാളയാറിൽ 900 ഗ്രാം MDMAയുമായി തൃശൂർ സ്വദേശി എക്സൈസിന്റെ പിടിയിലായത്. തൃശൂർ പൂരം കേന്ദ്രീകരിച്ച് MDMA വിൽപ്പനയ്ക്കായി എത്തിച്ച നന്ദിക്കര സ്വദേശി ദീക്ഷിതാണ് എക്സൈസിന്റെ പിടിയിലായത്. തൃശൂർ പൂരത്തോടനുബന്ധിച്ചിട്ടാണ് ഇത്രയും വലിയൊരു ക്വാണ്ടിറ്റി 1 കിലോ അടുത്തോളം വരും. അതെ, ബാംഗ്ലൂരിൽ നിന്ന് വാങ്ങിച്ച് തൃശ്ശൂർക്ക് കൊണ്ടുപോകണം. നന്ദിക്കര മൂന്തപുരം ആ ഭാഗത്തേക്ക് കൊണ്ടുപോകണം. മുടി ഇല്ലില്ല, നമ്മളത് അറിഞ്ഞിട്ടില്ല. നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഇപ്പം നിലവിൽ അവ ഒന്നും കടത്തിയിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദീക്ഷിതിന്റെ തൃശൂരിലെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ 1 കിലോ കഞ്ചാവും 10 ഗ്രാം MDMAയും എക്സൈസ് കണ്ടെത്തി. കേരളത്തിലേക്ക് ബാംഗ്ലൂരിൽ നിന്ന് സ്ഥിരമായി ലഹരി കടത്തുന്ന വ്യക്തിയാണ് ദീക്ഷിതെന്നാണ് എക്സൈസിന്റെ കണ്ടെത്തൽ. അതിനിടെ കോഴിക്കോട് 27 ഗ്രാം MDMAയുമായി യുവതികൾ ഉൾപ്പെടെ 4 പേർ പോലീസിന്റെ പിടിയിലായി. ഇന്ന് പുലർച്ചെ ബീച്ച് റോഡിൽ വെച്ചാണ് കാറിൽ ലഹരി കടത്താൻ ശ്രമിച്ച കണ്ണൂർ എളയാവൂർ സ്വദേശി അമർ, കതിരൂർ സ്വദേശിനി ആതിര, പയ്യന്നൂർ സ്വദേശിനി വൈഷ്ണവി, കോഴിക്കോട് കുറ്റ്യാടി സ്വദേശി വാഹിദ് എന്നിവർ ഡാൻസ് ഓഫിന്റെ പിടിയിലായത്. കണ്ണൂരിൽ സിനിമ അസിസ്റ്റന്റ് ഡയറക്ടറായ പയ്യന്നൂർ സ്വദേശി നദീഷ് നാരായണനാണ് 115 ഗ്രാം കഞ്ചാവുമായി പിടിയിലായത്. കണ്ടങ്കാളി റെയിൽവേ ഗേറ്റ് പരിസരത്ത് വെച്ചാണ് നദീഷ് എക്സൈസിന്റെ പിടിയിലായത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം റിപ്പോർട്ടർ പാലക്കാട്.